ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കായ്പോള റെസിപ്പി ആയിട്ടാണ്. 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി പലഹാരമാണ്. നേന്ത്രപ്പഴവും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ ഇതിനു വേണ്ടി ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് നെയ്യിട്ട് കൊടുക്കാം. അതിനുശേഷം റോസ്റ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഈ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ടും പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നാൽ മതി കേട്ടോ. ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതേ പാനിലോട്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബനാന കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ പഴമൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ മാറ്റി വെക്കാം. ഞാൻ ഇതിനു വേണ്ടി 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊരു ബൗളിലോട്ട് പൊട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് പതഞ്ഞു വരുന്ന രീതിക്ക് നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുള്ള വാട്ടിയ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുത്താൽ മതി. അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചായപാത്രമാട്ടോ. ഇനി ഇത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടി നെയ്യൊക്കെ തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അടിയിലൊരു പാത്രം വെച്ചിട്ടുള്ളത് അടി കരിഞ്ഞു പോകാതിരിക്കാനാട്ടോ. ഇനി ഒരു മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ കായ്പോള റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കായ്പോള ഇതാ ഞാൻ ഇവിടെ കട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഞാനത് കഴിച്ചു, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.